ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുലൈമാൻ. പ്രധാന വാർത്തകൾ. കോവിഡ് വാക്സിന്റെ രാജ്യവ്യാപക രണ്ടാംഘട്ട ഡ്രൈ റൺ ഇന്ന്. കേരളത്തിലടക്കം എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 736 ജില്ലകളിലാണ് ഡ്രൈ റൺ. രാജ്യത്ത് കോവിഡ് മുക്തരുടെ എണ്ണം 1 കോടി പിന്നിട്ടു. കേരളത്തിൽ ആകെ ചികിത്സയിലുള്ളത് 64,445 പേർ. കേന്ദ്ര സർക്കാരും കർഷക സംഘടനാ നേതാക്കളും തമ്മിലുള്ള 8ാം ഘട്ട ചർച്ച ഇന്ന്. 14ാം കേരള നിയമസഭയുടെ 22ാം സമ്മേളനം ഇന്ന് ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ ആരംഭിക്കും. ISLൽ ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഒഡീഷയ്ക്ക് ജയം. ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഹൈദരാബാദ് പോരാട്ടം. വാർത്തകൾ വിശദമായി. 16ാമത് പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനം നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിർച്വലായി ഉദ്ഘാടനം ചെയ്യും. സൂരിനാം പ്രസിഡന്റ് ചന്ദ്രിക പ്രസാദ് സനൂഖി മുഖ്യാതിഥിയായിരിക്കും. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പങ്കെടുക്കും. 2020-21 വർഷത്തെ പ്രവാസി ഭാരതീയ സമ്മാൻ അവാർഡ് ജേതാക്കളെയും പ്രഖ്യാപിക്കും. പശ്ചിമ ചരക്ക് ഇടനാഴിയിലെ ന്യൂ റവാഡി ന്യൂ മദാർ മേഖല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാജ്യത്തിന് സമർപ്പിച്ചു. ഇടനാഴി ചരക്ക് ഗതാഗതത്തിൽ നിർണായക മാറ്റം കൊണ്ടുവരുമെന്ന് ശ്രീ മോദി പറഞ്ഞു. 5 മുതൽ 6 വർഷം വരെ കഠിനാധ്വാനത്തിന് ശേഷമാണിത് പൂർത്തിയായത്. റേവാരി, മഹേന്ദർഗഡ്, അജ്മീർ, സീക്കർ എന്നീ വ്യവസായ മേഖലകൾക്ക് ഇടനാഴി ഇന്ധനം എത്തിച്ചു നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂ അതേലിയിൽ നിന്ന് ന്യൂ കിഷൻഗണ്ഡ് വരെ സർവീസ് നടത്തുന്ന 1.5 കിലോമീറ്റർ നീളമുള്ള ഇലക്ട്രിക് ട്രാക്ഷനോട് കൂടിയ ലോകത്തെ ആദ്യ ഡബിൾ സ്റ്റാക്ക് ലോങ് ഹോൾ കണ്ടെയ്നർ ട്രെയിനും പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഫ്ളാഗ് ഓഫ് ചെയ്തു. രാജ്യവ്യാപക കോവിഡ് വാക്സിൻ ഡ്രൈ റൺ ഇന്ന് നടക്കും. വാക്സിൻ എത്തിയാലുടൻ തടസ്സമില്ലാതെ വിതരണം നടത്തുന്നതിനാണ് രണ്ടാമതും ഡ്രൈ റൺ നടത്തുന്നത്. ഡ്രൈ റണ്ണിന് വേണ്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി കേന്ദ്ര ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. വിശദാംശങ്ങളുമായി ദേവിപ്രിയ. എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 736 ജില്ലകളിലാണ് ഇന്ന് ഡ്രൈ റൺ നടക്കുക. വാക്സിൻ എത്തുമ്പോൾ വിതരണം സുഗമമാക്കുന്നതിനായാണ് വിപുലമായ രീതിയിൽ രണ്ടാമതും ഡ്രൈ റൺ നടത്തുന്നത്. കുത്തിവയ്പ് ഒഴികെ വാക്സിൻ വിതരണത്തിലെ മറ്റെല്ലാ നടപടികളും ഡ്രൈ റണ്ണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കളക്ടർമാരുടെ നേതൃത്വത്തിലാകും ജില്ലകളിലെ ഡ്രൈ റൺ നടക്കുക. സംസ്ഥാന, ജില്ലാ, ബ്ലോക്ക് ആശുപത്രി തലങ്ങളിലെ ഓഫീസർമാരും ഡ്രൈ റണ്ണിൽ പങ്കാളികളാകും. 1,70,000 വാക്സിനേറ്റർമാരെയും 3 ലക്ഷത്തിലധികം വരുന്ന വാക്സിനേഷൻ ടീം അംഗങ്ങളെയും സജ്ജീകരിച്ചിട്ടുണ്ട്. ഡ്രൈ റൺ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായി കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ ഇന്ന് തമിഴ്നാട് സന്ദർശിക്കും. ചെന്നൈയിലടക്കം വിവിധ ഡ്രൈ റൺ കേന്ദ്രങ്ങളിലെ ഒരുക്കങ്ങൾ അദ്ദേഹം വിലയിരുത്തും. വിവിധ സംസ്ഥാനങ്ങളിലെ ആരോഗ്യമന്ത്രിമാരെയും പ്രിൻസിപ്പൽ സെക്രട്ടറിമാരെയും ഉൾപ്പെടുത്തി കഴിഞ്ഞ ദിവസം അദ്ദേഹം സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഡ്രൈ റൺ തയ്യാറെടുപ്പ് അവലോകനം ചെയ്തിരുന്നു. ഈ മാസം 2-നാണ് രാജ്യത്തെ ആദ്യത്തെ ഡ്രൈ റൺ നടന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേരളത്തിലും രണ്ടാം ഘട്ട ഡ്രൈ റണ്ണിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. എല്ലാ ജില്ലകളിലുമായി 46 കേന്ദ്രങ്ങളിലാണ് ഇന്ന് കേരളത്തിൽ ഡ്രൈ റൺ. മെഡിക്കൽ കോളേജ്, ജില്ലാ ആശുപത്രി, സ്വകാര്യ ആശുപത്രി, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലാണ് ഡ്രൈ റൺ നടത്തുന്നത്. രാവിലെ 9 മണി മുതൽ 11 മണി വരെ നടക്കുന്ന ഡ്രൈ റണ്ണിൽ ഓരോ കേന്ദ്രങ്ങളിലുമായി 25 ആരോഗ്യ പ്രവർത്തകർ വീതം പങ്കെടുക്കും. 14ാം കേരള നിയമസഭയുടെ 22ാം സമ്മേളനം ഇന്ന് രാവിലെ 9 മണിക്ക് നിയമസഭാ ചേംബറിൽ സമ്മേളിക്കും. ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെയാകും സഭ ആരംഭിക്കുക. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാകും സഭ ചേരുക. ഈ മാസം 15-നാണ് ബജറ്റ് അവതരണം. കേന്ദ്ര സർക്കാരും ഡൽഹിയിൽ പ്രതിഷേധിക്കുന്ന കർഷക സംഘടനകളുടെ നേതാക്കളും തമ്മിലുള്ള 8ാം ഘട്ട ചർച്ചകൾ ഇന്ന് നടക്കും. കഴിഞ്ഞ തിങ്കളാഴ്ചയും ചർച്ച നടന്നിരുന്നു. എന്നാൽ കാർഷിക നിയമത്തിലെ പുതിയ മാറ്റങ്ങൾ പിൻവലിക്കണമെന്ന നിലപാടിൽ കർഷകർ ഉറച്ചു നിൽക്കുന്നതിനാൽ ചർച്ച ഫലപ്രദമായില്ലെന്ന് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ പറഞ്ഞു. കർഷക നേതാക്കൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കാൻ സന്നദ്ധമാണെന്ന് കേന്ദ്ര സർക്കാർ നിലപാട്. മണ്ഡി സംവിധാനത്തിലും കുറഞ്ഞ താങ്ങുവില നിരക്കിലും മാറ്റം ഉണ്ടാകില്ലെന്നും ശ്രീ തോമർ വ്യക്തമാക്കി. അമേരിക്കൻ പാർലമെന്റ് മന്ദിരമായ ക്യാപിറ്റോളിലുണ്ടായ സംഘർഷത്തെ ലോക നേതാക്കൾ അപലപിച്ചു. പ്രാഥമിക തെരഞ്ഞെടുപ്പിൽ വിജയിയായ ജോ ബൈഡനെ ക്ഷണിക്കുന്നതിനായുള്ള ചർച്ചയ്ക്ക് പാർലമെന്റിന്റെ ഇരുസഭകളും ചേർന്നപ്പോഴാണ് സംഘർഷമുണ്ടായത്. അധികാര കൈമാറ്റം ജനാധിപത്യ രീതിയിലാകണം നടക്കേണ്ടതെന്ന് സംഭവത്തെ ഉദ്ധരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. സംഘർഷത്തിൽ 4 പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു.
നേപ്പാളിൽ ഭൂകമ്പം മൂലം നാശനഷ്ടമുണ്ടായ സ്കൂളുകളുടെ പുനരുദ്ധാരണത്തിനായി 306 മില്യൺ നേപ്പാളി രൂപയുടെ ചെക്ക് ഇന്ത്യ കൈമാറി. ദേശീയ പുനരുദ്ധാരണ അതോറിറ്റി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സുശീൽ ഗ്യാവാലിയാണ് നേപ്പാളിലെ ഇന്ത്യൻ എംബസിയിൽ വച്ച് നേപ്പാൾ ഡെപ്യൂട്ടി ചീഫ് ആയ നങ്ക്യ ഖംബയ്ക്ക് കൈമാറിയത്. നിങ്ങൾ കേൾക്കുന്ന വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ബന്ധപ്പെടാം. രാജ്യത്ത് കോവിഡ് മുക്തരുടെ എണ്ണം 1 കോടി പിന്നിട്ടു. 1,16,000 പേരാണ് ഇതുവരെ രോഗമുക്തരായത്. രാജ്യത്തെ രോഗമുക്തി നിരക്ക് 96.36%, മരണനിരക്ക് 1.45%. 2,28,083 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. ഇന്നലെ 20,346 പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചപ്പോൾ 19,587 പേർ സുഖം പ്രാപിച്ചു. 222 കോവിഡ് മരണവും റിപ്പോർട്ട് ചെയ്തു. കോവിഡ് വാക്സിൻ സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പൊതുജനങ്ങളുടെ വിവിധ സംശയങ്ങൾക്കുള്ള മറുപടികൾ ഉൾപ്പെടുത്തിയ പട്ടിക പുറത്തിറക്കി. വാക്സിൻ സ്വമേധയാ ജനങ്ങൾ സ്വീകരിക്കേണ്ടതാണെന്ന് ഇതിൽ പറയുന്നു. സ്വയം പ്രതിരോധത്തിനും രോഗം പടരുന്നത് തടയാനും കോവിഡ് വാക്സിൻ സഹായകരമാകും. എന്നാൽ രോഗബാധിതരായവർ രോഗലക്ഷണങ്ങൾ മാറി 14 ദിവസത്തേക്ക് വാക്സിൻ എടുക്കേണ്ടതില്ല. വാക്സിനേഷൻ സൈറ്റിൽ മറ്റുള്ളവർക്ക് രോഗം പടരാതിരിക്കാനാണിത്. കോവിഡ് കേസുകളുടെ വർധന തടയാൻ ആവശ്യമായ നടപടികൾ എടുക്കണമെന്നാവശ്യപ്പെട്ട് മഹാരാഷ്ട്ര, കേരള, ഛത്തീസ്ഗഡ്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷൺ കത്തയച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സംസ്ഥാനങ്ങളിലെ കോവിഡ് നിരക്കിൽ വർധനയുണ്ടായ പശ്ചാത്തലത്തിലാണിത്. രാജ്യത്തെ മൊത്തം കോവിഡ് കേസുകളിലെ 59% ഈ 4 സംസ്ഥാനങ്ങളിലാണ്. ജനിതകമാറ്റം സംഭവിച്ച വൈറസ് രാജ്യത്ത് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നാണ് കേന്ദ്ര നിർദ്ദേശം. കേരളത്തിൽ ഇന്നലെ 5,638 പേർ കോവിഡ് മുക്തി നേടി. അതേസമയം 5,051 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 64,445 പേരാണ് സംസ്ഥാനത്ത് നിലവിൽ ചികിത്സയിലുള്ളത്. 60,613 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ പോസിറ്റിവിറ്റി നിരക്ക് 8.83% കുറഞ്ഞു. 25 മരണവും ഇന്നലെ സ്ഥിരീകരിച്ചു. UK-യിൽ നിന്നെത്തിയ 4 പേർക്ക് കഴിഞ്ഞ ദിവസം കോവിഡ് സ്ഥിരീകരിച്ചു. ലോകത്ത് ഇതുവരെ 8,84,00,000-ലധികം പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. മരണസംഖ്യ 19 ലക്ഷം കടന്നു. 6,35,00,000-ലധികം പേർ രോഗമുക്തരായി. ജപ്പാനിൽ കോവിഡ് കേസുകൾ വൻതോതിൽ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇന്നു മുതൽ 1 മാസത്തേക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായി ജപ്പാൻ പ്രധാനമന്ത്രി യോഷിഹിദെ സുഗ അറിയിച്ചു. ടോക്കിയോ ഉൾപ്പെടെയുള്ള 3 ഇടങ്ങളിലും അടിയന്തരാവസ്ഥ പ്രാബല്യത്തിൽ വരും. എന്നാൽ സ്കൂളുകൾ പ്രവർത്തിക്കാം. വാക്സിനേഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായും അടുത്ത മാസം അവസാനത്തോടെ വാക്സിൻ വിതരണം ആരംഭിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും സുഗ വ്യക്തമാക്കി. കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് നീട്ടിവെച്ച ഒളിമ്പിക്സ് മത്സരം ഈ വർഷം നടത്താനാകുമെന്ന പ്രത്യാശ പ്രകടിപ്പിച്ച് ജപ്പാൻ പ്രധാനമന്ത്രി യോഷിഹൈഡ് സുഗ. ഫെബ്രുവരി മാസം അവസാനത്തോടെ കോവിഡ് പ്രതിരോധ വാക്സിനേഷൻ നടപടി ആരംഭിക്കാൻ കഴിയുമെന്ന് ജപ്പാൻ സർക്കാർ വിലയിരുത്തുന്നു. ഒളിമ്പിക്സ് ഈ വർഷം ജൂലൈ 23 മുതൽ ഓഗസ്റ്റ് 8 വരെയും പാരാലിമ്പിക്സ് ഓഗസ്റ്റ് 24 മുതൽ സെപ്റ്റംബർ 5 വരെയും നടത്താനാണ് ഇപ്പോഴത്തെ തീരുമാനം. ഹോങ്കോങ്ങിൽ 53 പേരെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ മനുഷ്യാവകാശ ഓഫീസ് ആശങ്ക പ്രകടിപ്പിച്ചു. ഇവരെ ഉടൻ വിട്ടയക്കണമെന്ന ആവശ്യവും ഓഫീസ് ഉന്നയിച്ചു. ജനങ്ങളുടെ മൗലികമായ അവകാശങ്ങളും സ്വാതന്ത്ര്യവും ഹനിക്കുന്ന തരത്തിലാണ് ഹോങ്കോങ്ങിലെ വ്യാപക അറസ്റ്റ്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഇന്നലെ ഒഡീഷ FC കേരള ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിച്ചു. ഇന്നത്തെ മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 ഗോവയിലാണ് മത്സരം. സിഡ്നിയിൽ ഇന്ത്യക്കെതിരായ 3ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ദിവസം കളി അവസാനിക്കുമ്പോൾ ഓസ്ട്രേലിയ 5 വിക്കറ്റ് നഷ്ടത്തിൽ 249 റൺസ് എടുത്തു. ഇന്ത്യയ്ക്കായി മുഹമ്മദ് സിറാജും നവദീപ് സൈനിയും ഓരോ വിക്കറ്റ് വീതം വീഴ്ത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. കോവിഡ് വാക്സിന്റെ രാജ്യവ്യാപക 2ാം ഘട്ട ഡ്രൈ റൺ ഇന്ന്. കേരളത്തിലടക്കം എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 736 ജില്ലകളിലാണ് ഡ്രൈ റൺ. രാജ്യത്ത് കോവിഡ് മുക്തരുടെ എണ്ണം 1 കോടി പിന്നിട്ടു. കേരളത്തിൽ ആകെ ചികിത്സയിലുള്ളത് 64,445 പേർ. കേന്ദ്ര സർക്കാരും കർഷക സംഘടനാ നേതാക്കളും തമ്മിലുള്ള 8ാം ഘട്ട ചർച്ച ഇന്ന്. 14ാം കേരള നിയമസഭയുടെ 22ാം സമ്മേളനം ഇന്ന് ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ ആരംഭിക്കും. ISL-ൽ ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഒഡീഷയ്ക്ക് ജയം. ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഹൈദരാബാദ് പോരാട്ടം.
വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.